ഒരു ചേമ്പിൻ്റെ കൈ കുറച്ചിട്ട് ഓലമ്പൊക്കെ കത്തിയോണ്ടാ കൊത്തിയത് കത്തിയോണ്ടാ കൊത്തുന്നേ അതിനെന്നാ ചേമ്പിന്റെ ഈ കത്തിയോണ്ട് കൊത്തിയാല് ചൊറിയും ഇച്ചൂളി ഉണ്ടെങ്കിൽ മുറിക്കാതെ അങ്ങനെയുണ്ടാ ഇനി ഇല്ല എനക്കറിയില്ല അപ്പൊ അതൊന്നും ഞാനിങ്ങനെ എപ്പോ കൊത്തിയിട്ട് ഞാൻ വെച്ചിരുന്ന അനങ്ങുന്ന വിചാരിച്ചിട്ട് ഇങ്ങ് വന്നു നോക്കിയത് ആർക്കും അതെല്ലാം അറിയാ പിന്നെ അങ്ങനെ ഇതാവത് ആ നല്ല കൊട കൊടമൊഴിയുണ്ടല്ലേ ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴല്ലേ ഞാൻ എത്രയോ സ്കൂൾ പഠിക്കുമ്പോൾ കൊടിയിലായിട്ട് ഓല കൊടിയേക്കും ചിലപ്പോ പിള്ളേർക്ക് അപ്പുറം ഇപ്പുറം തച്ച് കൊട പൊട്ടിച്ചു എനക്കതറിയില്ല കേട്ടാ അതുണ്ടല്ല കത്തിയോണ്ട് മുറിച്ചാല് ചൊറിയും പോലും പണ്ടേ നമ്മളെ അമ്മ പറയലുണ്ട് ഇച്ചൂളിയോണ്ടേ മുറിക്കാതും ചേമ്പിന്റെ കയ്യിൽ നിന്ന് കത്തിയോണ്ട് മുറിക്കരുത് അങ്ങനെ പറയലുണ്ട് നമ്മളെല്ലാം അമ്മ അങ്ങനെ പറയും ഇച്ചൂളിയോണ്ട് മുറിക്കണം ഞാൻ ഇത് മുറിച്ചു കൊണ്ടുപോയി 4 കൊത്തി വെച്ച് ഓല്ലായി പക്ഷെ എന്റെ കൈ ചൊറിയലുണ്ട് കൈയും ചൊറിയും ഞാൻ വെളിച്ചെണ്ണ വെത്തിയിട്ട് ഇങ്ങനെ പിന്നെ ആവിക്ക് വെക്കും ഒരു കഷ്ണം എടുത്തിട്ട് അടുപ്പിൽ കൊണ്ടിടണം അല്ലെങ്കിൽ മുച്ചിടുമ്പോൾ ചൊറിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഒരു കഷ്ണം ചേന അടുപ്പിലിട്ടാല് പിന്നെ കൈയൊന്നും ചൊറിയില്ല ആയിരിക്കും അതെല്ലാം അറിയാം ഞാനല്ല അമ്മേൻ്റെത് കണ്ടിച്ച് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാ അമ്മേൻ്റെത് കണ്ടിട്ട് ആ എന്തൊരു വലിയ കയ്യാന്നല്ലേ ഒന്നും മതി ഒരു കറിക്ക് ഒരു വെരിക്കലിനാവും കേട്ടോ ആ തേച്ച് വെച്ച് വരൂ അത് ലേശം ഇതായി പോയിട്ടാ ആ ചള്ളു നോക്കി മുറിച്ചൂടായിരുന്ന ചള്ളു വേണ്ടിക്ക് മുറിച്ചാൻ വേണ്ടിക്കില്ലേ ഇനി മതിയപ്പ നാളെ മുറിച്ചൂടെ പിന്നെ ഒരേ വേണ്ടോ പാടൊന്നും വേണ്ടല്ലോ ഒരു ഓലെ ഇനിയൊന്ന് കത്തിയോണ്ട് മുറിക്കറ ഇനി ആരോടൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കണേ അനക്ക് കിട്ടിയ അറിവ് ഞാൻ അതാ പറയുന്നത് അല്ല ഈനെ കൊണ്ട് മുറിച്ച് അതിന്റെ ഇത് കളഞ്ഞു എന്നിട്ട് അമ്മ ഇതാക്കൊയ്യ മുറിക്കല് ചെയ്യില്ല എന്നാണ് അങ്ങനെ പറഞ്ഞു അല്ല അങ്ങനെയാ പറയുന്ന കേട്ടിന് അമ്മ പറഞ്ഞ ട്രിക്കുള്ളി കൊണ്ടേ മുറിക്കാതിന്നല്ലോ ആർക്കാരെ ഇപ്പൊ കച്ചവടോ കുറിക്കുന്നത് കച്ചവടോ കുറിക്കുന്നത് ഞാനും പോയി അല്ല ഞാനൊന്ന് അനങ്ങുന്ന പറഞ്ഞാന്ന് ചേമ്പിന്റെ ഈ ഉണ്ടോന്ന് വന്നിട്ടും കഴിഞ്ഞു എന്നിട്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഇത് നന്നല്ല ഒന്നും ഞാൻ ഇതുവരെ അരിഞ്ഞില്ല അത് ലേശം ഇതാവട്ട് ഉഷാറാവട്ടെ ഞാൻ ഞാൻ അരിയാണ് എന്നാ അപ്പം അനങ്ങുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് നോക്കിയത് അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞുകൂടാ എന്നോട് എന്നാ ഞാൻ ഒന്നും അരിയുന്നേന്ന് അരിഞ്ഞോട്ടപ്പം പകുത്ത് പോന്നെയാന്ന് എന്നാലും ചോദിക്കുന്നതിനെന്നാന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞങ്ങനെ ചേമ്പിൻ്റെ ആരും കത്തിയോനെ കൊണ്ട് അരിയത് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ ഓളോട് പറഞ്ഞു തന്നു പക്ഷെ ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞു തന്നു അങ്ങനെ ഇതാക്കട്ടെ വിചാരിച്ചിട്ട് കേട്ടാ ഞാനിങ്ങ് പോയി നിന്നല്ല നേരമില്ല സമയമില്ല